ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാഷൻ പ്ലസിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മീറ്റർ 10,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് 9 എല്ലാതും 9 ഈ ഒന്നായിട്ട് കയറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ 0 അവിടെ സ്റ്റക്കായി കിടക്കുകയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മീറ്റർ അയക്കണം. അപ്പോൾ ഹെഡ് ഊരണം, ഫേസ് ഊരണം, പല പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം പോയി ചെയ്യുക. നേരെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഹെഡ് അയച്ചെടുക്കണം. ഈ ഹെഡ് എന്തിനാണ് അയക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ ഇറക്കേണ്ട ആവശ്യമുണ്ട്. മീറ്റർ ഇറക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മീറ്റർ സ്റ്റക്കായി ജാം അയക്കുകയാണ്. ഈ സ്പീഡോമീറ്റർ ഇങ്ങനെ 10, 20, 30 മിനിറ്റ് കയറി പോകുന്നുണ്ട്. പക്ഷേ ഈ സംഖ്യകൾ കയറി പോകുന്നില്ല. അപ്പോൾ സൈഡിലെ 2 നെട്ടും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഹെഡ് കണ്ട് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി 10ൻ്റെ ഒരു ടീ സ്പാൻഡർ ആയിട്ട് നമ്പർ ലൈറ്റിൻ്റെ അടിയിൽ നമ്പർ ലൈറ്റ് യോജിപ്പിച്ചുള്ള ഒരു മെയിൻ നെട്ടുകളുണ്ട് 10ൻ്റെ. അപ്പോൾ ടീ സ്പാൻഡർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊരാൻ പറ്റും. അപ്പോൾ നമ്പർ ലൈറ്റ് ഇറക്കിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൽ നിന്നും ഇതിൽ നിന്നും ഓരോ സ്കൂറാണ് പോയിട്ടുള്ളത് കേട്ടോ ഹെഡിന്. അപ്പോൾ അത് നമ്പർ ഊരിക്കഴിഞ്ഞാൽ തന്നെയാണ് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്ലേറ്റ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നൊന്നും കണ്ട് പതുക്കെ ഇളക്കി കഴിഞ്ഞാൽ ഈ 2 സൈഡ് ഇതായി കഴിഞ്ഞാൽ അങ്ങനെ ഹെഡ് കണ്ട് ഊരിപ്പോരും. നമുക്ക് ഈ ലൈറ്റിൻ്റെ വയർ റിമൂവ് ചെയ്യണോ, അതുപോലെ തന്നെ അങ്ങനെ പോയിട്ടുള്ള ചില വയറുകളൊക്കെ റിമൂവ് ചെയ്യാണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഹെഡിൻ്റെ ഇവിടെ സ്ക്രാച്ച് ആവാതിരിക്കാനും ലൈറ്റിൻ്റെ അവിടെ ഒന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വിരിച്ചിട്ട് വെക്കണാവും എപ്പോഴും നല്ലത്. അപ്പം അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് മീറ്റർ ഊരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് വയറുകൾ നമുക്ക് ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതാക്കണം. അല്ലെങ്കിൽ ഇടണ സമയത്ത് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ പല അവിടെയും ഇവിടെയും കത്തായും മാറി കത്തുന്ന പ്രശ്നമൊക്കെ വരും. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ വയറിങ് കണക്ട് ചെയ്ത മീറ്ററിൻ്റെ ഒരു നെറ്റാണിത്. ഇതൊന്ന് അയച്ചിട്ട് നമുക്ക് വയറൊക്കെ കൃത്യമായി കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മെയിൻ പാർക്ക് ലൈറ്റിൻ്റെയും മെയിൻ ഹെഡ് ലൈറ്റിൻ്റെയും വയർ ഊരിക്കഴിഞ്ഞാൽ പണി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാവും. അപ്പോൾ ഊരിയ ഏത് വയറാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഊരാനായിട്ട് പാർക്ക് ലൈറ്റിന് 2 വയർ ഊരാണ്ട്. ഒന്ന് ഇതിൽ നിന്നും ഒന്ന് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള ഇതിൽ നിന്നുമാണ് ഊരാനുള്ളത്. അപ്പോൾ ഹെഡ് പോന്നിട്ടുണ്ട്. വണ്ടിയുടെ ഹെഡ് പോന്നിട്ടോ. ഇനി നമുക്ക് മീറ്ററിൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്യാണ്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ 2 നെട്ടുണ്ട്. ഈ നെറ്റ് ഊരി കഴിഞ്ഞാലാണ് മീറ്റർ ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അത് ഊരാം. പിന്നെ മീറ്റർ കേബിളും ഡിസ്കണക്ട് ചെയ്യാനുണ്ട്. ഇവിടുന്ന് ഇത് ഡിസ്കണക്ട് ചെയ്യാണ്ട്. ഊരുമ്പോൾ ഇതിന് വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈറ്റ് ആയാണ്ട് വന്നാൽ കുയിലൊക്കെ ചാടുമ്പോൾ മീറ്റർ ലൂസ് ആവാൻ സാധ്യത കൂടുതലാണ്. പല പല സൗണ്ടുകളും വരും. ഈ മീറ്ററിൻ്റെ കേബിൾ ഊരാണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ കേബിൾ ഊരാൻ പറ്റും. അടിയിലുണ്ടാവും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ ആ ഒരു കേബിളാണ് കേട്ടോ റിമൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ പോന്നിട്ടുണ്ട്. ഇപ്പോൾ മീറ്റർ റിമൂവ് ആയി. ഈ മീറ്ററിൻ്റെ പൊക്കി കൊടുത്താൽ മതി. മീറ്ററിൻ്റെ പോരും. അപ്പോൾ ഇനി വയറാണ് ഇനി ഡിസ്കണക്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ ഇത്രയും വയറുകളാണ് വരുന്നത്. ഇത് ഫ്യൂൽ കേജ് ആണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ഇങ്ങനത്തെ കണക്ട് ചെയ്ത വയറുകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഇതിൽ നിന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം ഇനി ഇത് നമ്മൾ പൊക്കിയിട്ട് എടുക്കണം. അപ്പോൾ മീറ്റർ പോന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാഷൻ പ്ലസിൻ്റെ മീറ്റർ. പാഷൻ പ്ലസിൻ്റെ മീറ്റർ സംഭവം എന്താ വെച്ചാൽ പ്രശ്നം ഒന്ന് പറഞ്ഞു കൊടുത്താലോ ഒന്നുകൂടി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്.
ഇതിൽ നമ്മുടെ കിലോമീറ്ററും കാര്യങ്ങളൊന്നും അനങ്ങുന്നില്ല. 10,000 എത്താനാവണ സമയത്ത് 10,000 ആവുന്ന ഈ സമയത്ത് ഒരു വിഷയം വേറെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കും. ചിലപ്പോൾ കാരണം തോന്നുന്നത് റെസ്റ്റ് പിടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ നമ്പറൊക്കെ കുറേ കാലത്തിന് ശേഷം വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് മീറ്റർ. പിന്നെ നമുക്കിതിൽ ലൈറ്റ് എന്തോ ഒരു ലൂസ് കണക്ഷൻ പോലെ ഉണ്ട്, അത് റെഡിയാക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ 10,000 ആവാനായപ്പോൾ സ്പീഡോമീറ്ററിന് ചെറിയ ഷെയ്ക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ മീറ്റർ സെപ്പറേറ്റ് ഇറക്കിയതിൻ്റെ ശേഷം അത് റിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സൈഡിലും ഇതുപോലെ സ്ക്രൂകളുണ്ട്, അതൊക്കെ റിമൂവ് ചെയ്തെടുക്കണം. സ്റ്റാർ സ്ക്രൂവാണുള്ളത്. പിന്നെ വരുമ്പോൾ ഇതിൻ്റെ വാഷറും കാര്യങ്ങളൊന്നും പോകാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഒരുപാട് പഴക്കം ചെന്ന മീറ്ററൊക്കെ ആണെങ്കിൽ വാഷറൊക്കെ പോകും, അപ്പോൾ വെള്ളം കയറാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാ സ്ക്രൂവും വൃത്തിക്ക് ഊരുക. അപ്പോൾ നമ്മൾ മെയിൻ കേസ് ഊരിയിട്ടുണ്ട്. ഇതിൻ്റെ പൊട്ടിയൊക്കെ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് മൊത്തം തട്ടി കൊടുക്കുക, ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിൽ മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ബൾബുകളാണ് ഈ കാണുന്ന ബ്ലാക്ക് ഉള്ളതും. പിന്നെ ഇത് ഫ്യൂവൽ കേജിൻ്റെ 3 ലൈനാണിത്. അപ്പോൾ നമുക്കിതിൽ ബൾബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ നമുക്ക് ഓരോ ബൾബായിട്ടുണ്ട് കിട്ടും. നമ്മുടെ പാഷൻ്റെ സ്റ്റോക്ക് മീറ്റർ തന്നെയാണ് ഇത്. 15 വർഷം പഴക്കമുള്ള മീറ്ററാണിത്. 15 മേലായി. 15 മേലെ ആയിക്കണ്. അപ്പം ഇനി ഇതിൻ്റെ ഗ്ലാസ് ഊരാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ കൂടി വരുന്നുണ്ട്. സ്ക്രൂകളൊന്നും മിസ്സാവാണ്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ മീറ്റർ തുറന്നു വരുന്നതായിരിക്കും. ആണ് നമ്മുടെ ഫ്രെയിം. അപ്പം ഇനി നമുക്ക് ഈ മീറ്ററിൻ്റെ ഈ സെറ്റപ്പ് മാത്രമായിട്ട് ഊരാൻ വേണ്ടിയിട്ട് ഈ 2 സ്ക്രൂ ഊരണം. അപ്പോൾ ഇതിങ്ങളുടെ അടിയിൽ കൂടെ അങ്ങോട്ട് പോരും. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഗ്ലാസ് ഒന്ന് വെക്കുന്നുണ്ട്. കാരണം ഇത് വെക്കുമ്പോൾ സൂചിക്കും കാര്യത്തിനും പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ വാഷർ ഇതാണ്. ഇതിൽ പ്രശ്നം വരുമ്പോഴാണ് ഉള്ളിലേക്ക് വെള്ളം കയറുന്ന വിഷയമൊക്കെ വരിക. ഈ 2 സ്ക്രൂ ഒരു കഴിയുമ്പോൾ തന്നെ ലൂസായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അടിഭാഗം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തതിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ എന്ന് കാണാനില്ല. ഇതിനുള്ളിൽ റെസ്റ്റും കാര്യങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ഈ ഒരു ഗിയറിന് തേയ്മാനം കാണാനുണ്ട്. ഈ ഗിയർ വർക്ക് ചെയ്യുമ്പോഴാണ് സ്പീഡോമീറ്ററിൻ്റെ സെറ്റപ്പ് മൊത്തം വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് കറങ്ങിയിട്ട് ഇത് കറങ്ങുമ്പോൾ ഈ ഉള്ളിലുള്ള ഈ ഗിയർ കറങ്ങുമ്പോഴാണ് ഓരോ ഇത് വെച്ചിട്ട് കയറുക. അപ്പോൾ ഇത് മാത്രം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു WD-40 എടുത്തിട്ടുണ്ട്. WD-40 പോലത്തെ ഏതെങ്കിലും റസ്റ്റ് കളയാൻ പറ്റിയ ഏതെങ്കിലും സ്പ്രേ ഉണ്ടായാലും മതി. അപ്പോൾ ഏതായാലും ഇതൊന്ന് ഫുൾ അടിച്ചു കൊടുക്കണേ. നമ്മൾ WD ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇതിൽ WD ഒക്കെ അടിച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ വാസിക്ക് അവിടെ അടിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ ഇപ്പോൾ 10,000-ക്ക് മീറ്റർ കടന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇവിടെ ഉണ്ടാകുന്ന ഈ ബ്ലാക്ക് ഗിയർ ഇതുവരെ വർക്ക് ചെയ്തിരുന്നില്ല. ഇപ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം റെസ്റ്റ് പിടിച്ച് തന്നെയാണ് സംഭവം ഉണ്ടായത്. നല്ല ചളിയൊക്കെ കാണാൻ ടൈമേ. അപ്പോൾ നമ്മൾ നേരത്തെ തേയ്മാനം വന്നെന്ന് പറഞ്ഞാൽ ഈ സംഗതി തേയ്മാനം ഇല്ലേ, നമുക്ക് ക്ലിയർ ആവാനായിട്ട് നിന്നാണ് സംഭവം. ഇതടിച്ചപ്പോൾ അതൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ചളി ഉണ്ടാകുന്നതാണ് സംഭവം. അപ്പോൾ എന്തായാലും കുറച്ച് WD ഒക്കെ എടുത്തിട്ട് ഒരു ബ്രഷിൽ നമ്മളാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇളകി കണ്ട ചളിയാണല്ലേ, നല്ല ചളിയുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ റൗണ്ട് കറക്കിയിട്ട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10,000 വരെ ആവുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ 0 അവിടെ ഇരുന്ന് ബാക്കി എൻ്റെ സൈഡിലൊക്കെ ചളി കാരണം റെസ്റ്റായി പിടിച്ച്. അപ്പോൾ ശരിക്കും റെഗുലറായിട്ട് ഓട്ടം എന്ന് പറഞ്ഞാൽ 10,000 ചിലപ്പോൾ ഒരു പണി ഉണ്ടാവില്ല. പക്ഷെ അത് ടെസ്റ്റിന് മുന്നേ കുറേ കാലം മീറ്റർ കേടന്നതും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഇരുന്നതാണ്. അതാണ് മെയിൻ സംഭവം. ഇപ്പോൾ നമ്മുടെ വണ്ടി 10,000 എന്നല്ല 4 ലക്ഷം കോടി ഉണ്ടാവും. അതിൻ്റെ മേലെ ഓടി ഉണ്ടാവും. പക്ഷെ നമുക്ക് കുറേ മുമ്പേ നമ്മുടെ മീറ്റർ കംപ്ലൈൻറ്റ് അതിൻ്റെ അത് ചെക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതാ നമുക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ.
അടുത്ത സെക്ഷൻ കച്ചറ പൊന്തി വന്നിട്ടുണ്ട്, അതൊന്ന് വരച്ചു കൊടുക്കുക. ഇനി കച്ചറ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഈ മീറ്റർ തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഈ സെക്കൻഡ് ആൾക്കാർക്കൊക്കെ മറിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇപ്പോൾ ഈ 1ന് ബദല് ഇതൊന്ന് ജസ്റ്റ് ഉണ്ട് കയറ്റി കൊടുത്താൽ ഫുൾ 0 പുതിയ മീറ്ററായി മാറി. നേരെ മറിച്ച് ഇത് അടിയിലാക്കിയ വണ്ടി 20,000 ആയി പറയാം. ഇപ്പോൾ നിലവിൽ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കണക്കാണ് ഈ 10,000 എന്നുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് കൂട്ടിയൊക്കെ ചെയ്യാം, പക്ഷെ നമ്മളത് ചെയ്യണില്ല. അപ്പോൾ ഒന്നുകൂടി നമ്മൾ സ്പീഡ് ചെക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിച്ചതൊക്കെ ആയിട്ട് ഇത് അവിടെ ഈ ഫസ്റ്റ് ഡിജിറ്റ് കയറിയതായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് വർക്ക് ചെയ്തെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് ഫുള്ള് എടുത്ത പോലെ തന്നെ റീസെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രശ്നം ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ ആയിട്ടാണ്. ഈ 10,000 കിലോമീറ്റർ ആയത് നമ്മൾ കറക്റ്റ് പക്കായിട്ട് ഓടിയിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു വേറെ തന്നെ ഒരു ഫീലാണ് കാണുമ്പോൾ തന്നെ. ഒറിജിനലിൽ എപ്പോഴും നമുക്ക് അതിൻ്റേതായ ഒരു ഫീലാണ് നമുക്ക്. ഗായ്സ് നമ്മൾ റീഫിറ്റ് ചെയ്യണോ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് എല്ലാവരും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് തന്നെ പരിഹരിക്കാനുള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത് ഇപ്പോൾ ഒരു 10 അത്യാവശ്യം വലിയൊരു സംഖ്യ തുകയുടെ ഒരു പണിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത്. പിന്നെ അതൊന്നും മാത്രമല്ല, നമുക്ക് തുകടൊന്നുമല്ല നമുക്ക് പ്രശ്നം. നമുക്ക് ഒരു എന്താ പറയുക, ആ ചെയ്തതിൻ്റെ ഒരു ഇതൊന്നും ഇപ്പോഴത്തെ ആരും കാണാനില്ല. എല്ലാവരും ഇല്ല നമ്മൾ പറഞ്ഞത്. കുറേ ആൾക്കാർ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല. സെപ്പറേറ്റ് ഇതിനായിട്ട് നമ്മൾ മീറ്റർ വേറെ അയക്കൊക്കെ വേണം. അതെ, പിന്നെ ഇപ്പോൾ ഒരു പണി അത്യാവശ്യം പണിയൊക്കെ ഉണ്ട് ഇതിമേ. നമ്മളിപ്പോൾ ഈ കാട്ടി കൂട്ടിയ പോലെ വേണ്ട, ഇതുപോലെ നമ്മൾ ഊരി മൊത്തം വയറിങ്ങൊക്കെ കറക്റ്റ് കൊടുക്കണം. അപ്പോൾ അവർ ധൈര്യത്തിൽ ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പക്ക ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ള അയക്കുക, അല്ലാണ്ട് ഇത് കണ്ട വെറുതെ ഒരു മഹാലിൽ അയക്കരുത്. എന്തായാലും എല്ലാം നോക്കി അയക്കുക. പിന്നെ ഊരിയ പോലെ എല്ലാം ഇടാനും ശ്രമിക്കുക. മറ്റേ നമുക്കിത് നേരാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഫീലും അതിൻ്റെതായ ഒരു പ്രത്യേക ഒരു സംതൃപ്തിയാണ്. തൃപ്തി കിട്ടണില്ല നമുക്കൊന്നും വേറെ ആൾക്കാർ ചെയ്യണമെന്നും. കാരണം തൃപ്തി കിട്ടാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ചെയ്യണില്ല. നമ്മളിപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ ചെയ്ത് എന്നും പറഞ്ഞിട്ട് വിളിക്കും, പൈസയും കൊടുക്കണം. ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കസ്റ്റമർ. അതന്നെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വയറിങ്ങൊക്കെ ഒന്ന് ചെയ്യാൻ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ അടിക്കാണ്ട് വണ്ടിയിൽ പെട്രോൾ കുറവാണ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ടെസ്റ്റ് അടിച്ച് നോക്കാണ്ട്. നമ്മൾ ഇപ്പോൾ 2 വട്ടം ടെസ്റ്റ് ചെയ്തപ്പോഴും ഫെയിലാവുകയാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് പെട്രോൾ അടിക്കാൻ പോകാൻ ലൈറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളൊരു തട്ടിക്കൂട്ട് ലൈറ്റ് എടുത്തിട്ട് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാഷൻ പ്ലസ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് എണ്ണ അടിക്കണോ പാഷനിൽ. ഒരു ലൈറ്റ് കയറ്റിൻ്റെ അവിടെ ആണല്ലേ LED ബൾബ് കയറ്റിയിട്ട് നമ്മൾ 8 ഇല്ലാണ്ടാണ് പോണത്. ഫ്രണ്ട്സ്, നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ലൈറ്റൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹെഡില്ല, സൈഡ് പാനലില്ല, പെട്രോളുണ്ട്. പെട്രോൾ 1 ലിറ്റർ മേടിച്ചിട്ടുണ്ട്. സെറ്റല്ലേ, പെട്രോളുണ്ട് നമുക്ക്.